ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ. ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞു. അപ്പോൾ രാത്രി കാഴ്ചകൾ, ബീച്ചിലെ രാത്രി കാഴ്ചകളൊന്നും നമുക്ക് കാണാം. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഈ കുട്ടികളെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കണ കളിപ്പാട്ട കച്ചവടക്കാരൊക്കെ സജീവമാണ്. അതുപോലെ രാത്രി ബീച്ചിൻ്റെ ഭംഗിയാ ലൈറ്റ്, കടകളിലെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല വൈബാണ്. പിന്നെ മഴയൊക്കെ നന്നായിട്ട് പെയ്ത് തോർന്നു പോയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും കടൽക്കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളാണ്. രാത്രി 11 മണി കഴിഞ്ഞ് 11:30, ഏകദേശം 11:30 മണിയായിപ്പോൾ ആ ടൈമിലാണിത്. ഫുള്ള് ലൈറ്റ് നല്ല സെറ്റപ്പായിട്ട് മൊത്തം കാണാൻ നല്ലൊരു വൈബ്. കുട്ടികളും സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും എല്ലാവരും ഉണ്ട്. ബീച്ചിൽ ഇറങ്ങി കളിക്കണ കുട്ടികളും ഉണ്ട് ഈ ടൈമിന്. അതുപോലെ കമിതാക്കളും ലവേഴ്സും എല്ലാവരും ഉണ്ട്. ഭാര്യാഭർത്താക്കന്മാരും ഫാമിലിയായിട്ടും കുടുംബം ഫുള്ളായിട്ട് കുടുംബക്കാരൊക്കെ ആയിട്ട് എല്ലാവരും രാത്രി ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഈ രാത്രി. ബീച്ച് വൈബ് നല്ല അടിപൊളിയാണ്. കുട്ടികളായിട്ടൊക്കെ കുട്ടികളായിട്ടൊക്കെ ബീച്ചിലുണ്ട്. ചെറിയ കുട്ടികൾ ബീച്ചിലിറങ്ങി കളിക്കണ നല്ല തിരമാലയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയൊരു വൈബ്. നമുക്കങ്ങനെ ബീച്ചിൻ്റെ ആ ഭാഗത്തുകൂടിയൊക്കെ നടന്നു പോയി നോക്കാം. അതുപോലെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ മറ്റേ യന്ത്രഊഞ്ഞാൽ സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല ലൈറ്റിങ്ങിൽ നല്ല യന്ത്രഊഞ്ഞാൽ, പാർക്കിൽ കളിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഉല്ലസിച്ച് കളിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് ബീച്ചിൽ. രാത്രി കാഴ്ച അത് കടൽ ഒരു പ്രത്യേക വൈബാണ്. ആ തിരമാലകളൊക്കെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഇതിലിങ്ങനെ വരുന്നത് കാണാൻ, നല്ല കുട്ടികൾ കളിക്കണ കാണാനും ഒക്കെ നല്ലൊരു വൈബാണ്. എന്തായാലും അതുപോലെ ഇനി അപ്പുറത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി നോക്കാം. എന്തൊക്കെ മറ്റേ ചുരണ്ടി ഐസ്, ചായ, എണ്ണക്കട്ടികളൊക്കെ വിൽക്കുന്ന കടകളാണ്. അവിടെയൊക്കെ നമുക്ക് കറങ്ങി അങ്ങനെ വരാം. അതുപോലെ ഹോട്ടലൊക്കെ സജീവമാണ്. രാത്രി 11:30 മണി ടൈമിലും ഹോട്ടലുകളൊക്കെ സജീവമാണ്. അവിടെ നല്ല നിലാവെളിച്ചമുണ്ട്, നല്ല നിലാവെളിച്ചം. തിരമാലകൾ കാണാൻ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അതിൽ ആ തിരമാലകളുടെ ഇടയിൽ ലൈറ്റിങ്ങും എല്ലാം നല്ല അടിപൊളി. അപ്പോൾ രാത്രി ബീച്ചിൽ ഇതുവരെ വരാത്തവരൊക്കെ ഒന്ന് രാത്രി കാഴ്ചയൊക്കെ ഒന്ന് വന്നിട്ട് സൗകര്യമുള്ളവരൊക്കെ ഒന്ന് കാണുന്നുണ്ടോ. കാരണം അതൊരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ ഈ പകലെത്തിനേക്കാട്ടിലും ഒരു വൈബാണ്. ഈ കച്ചവടക്കാർ അതൊക്കെ ഫുള്ള് ലൈറ്റായിട്ട് ബീച്ചിൽ അടിപൊളിയാണ്. എന്താ കച്ചവടക്കാരതൊക്കെ നല്ല അടിപൊളിയായിക്കണ്. ഫുള്ളെല്ലാം സജീവമാണ്. ഇപ്പോൾ 11:30 മണി കഴിഞ്ഞിട്ടും ഫുള്ള് സജീവമാണ്. പിന്നെ ചുരണ്ടി ഐസ് ഉണ്ട്, ചായക്കടകൾ, തട്ടുകട ഒക്കെ ഉണ്ട്, ഫുള്ളുണ്ട്. ഒക്കെ ലൈറ്റ് രാത്രി ആയതുകൊണ്ട് ഒക്കെ ലൈറ്റിൽ നല്ല ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് നല്ല രസമായിരിക്കണം.
പക്ഷെ പകൽ നമ്മളിവിടെ വരുമ്പോൾ പകൽ ഈ ലൈറ്റ് സെറ്റപ്പ് കാണൂല. ബാക്കി പകലത്തേതായിട്ടുള്ളൊരു വൈബ്. പക്ഷെ രാത്രി ഒരു ഡബിൾ വൈബ് കാരണല്ലേ, അടിപൊളി. വെയിലുമില്ല, ചൂടുമില്ല, നല്ല അടിപൊളിയായി. നല്ല അടിപൊളി ക്ലൈമറ്റും. കുട്ടികളും വലിയവരൊക്കെ അങ്ങനെ ചായ കുടിച്ച് ഈ രാത്രി ടൈമിൽ നല്ല അടിപൊളിയായി. അതുപോലെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി നിർത്താൻ പോലും ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ 2-3 റൗണ്ട് ഇങ്ങനെ കറങ്ങി ആരൊക്കെ വണ്ടി എടുത്ത് മാറ്റുന്ന ആ ഗ്യാപ്പിലാണ് അവിടെ കാർ ഇടാൻ പറ്റിയത്, വണ്ടി നിർത്താൻ പറ്റിയത്. ഫുള്ള് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുള്ള് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഫുൾ പാർക്കിങ്, നല്ല തിരക്കാണ്. കുറേ ആളുകൾ ഹോട്ടലിൽ കൂടെയൊക്കെ ഫുഡ് കഴിക്കാനും പോയിക്കണ്. കുറേ ആളുകൾ കടപ്പുറത്ത് കൂടി ഉണ്ട്, കുറേ ആളുകൾ തട്ടുകടയിൽ കൂടി ഉണ്ട്. എന്തായാലും രാത്രി കാഴ്ച നല്ലൊരു വൈബാണ് സംഭവം. അതിമനോഹരമായ കാഴ്ച എന്നൊക്കെ പറയില്ല, അതേപോലെ അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് 2 ചുരണ്ടി ഐസൊക്കെ ഒന്ന് വാങ്ങി നോക്കാം. ചുരണ്ടി ഐസൊക്കെ അടിപൊളിയാണ്. കൂടുതലും ഈ തട്ടുകടയിലൊക്കെ ബായിമാരാണ്, മലയാളീസുകളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. ഓണർമാരൊക്കെ തന്നെ ഉള്ളു മലയാളികൾ. ബാക്കിയൊക്കെ ഇന്ത്യക്കാർ ബായിമാർ തന്നെയാണ്. ഈ ഇതുണ്ടാക്കണത്, ചായ ഉണ്ടാക്കണതും ജ്യൂസ് ഉണ്ടാക്കണതും ചുരണ്ടി ഐസ് ഉണ്ടാക്കണതൊക്കെ ബായിമാർ തന്നെയാണ്. ഏകദേശം 100-ൽ ഒരു 70% കടയിലും ബായിമാർ തന്നെയാണ് പണിക്കാർ. മൊത്തത്തിൽ നമ്മളെ കേരളത്തിൽ ഏകദേശമൊക്കെ ബായിമാർ തന്നെ ആയി മാറി ഈ പണികൾക്ക്. ബാർബർ ഷാപ്പിലായാലും, ബാർബർ ഷാപ്പിൽ ചെന്നാലും ഇപ്പോൾ ബായിമാർ തന്നെയാണ്. ഹോട്ടലിൽ ചെന്നാലും ബായിമാർ, ബേക്കറികൾക്ക് ചെന്നാലും ബായിമാർ. നമ്മളെ മലയാളി പണിക്കാരപ്പോൾ അപൂർവമായിട്ട് എവിടെയും കണ്ടു. ഫുള്ള് ബായിമാരാണ്. വീട്ടു ജോലിക്കായാലും അല്ല ബായിമാരും അവിടുത്തെ ഈ ബംഗാളി സ്ത്രീകളും ഈ ആസാമത്തെ സ്ത്രീകളും പുരുഷന്മാരൊക്കെയാണ് ഇപ്പോൾ കൂടുതലും നമ്മളെ നാട്ടിൽ. കൃഷിപ്പണിക്കായാലും അടുക്കള പണിക്കായാലും എന്ന് പറഞ്ഞ പോലെ ഫുള്ള് ഇപ്പോൾ അവരാണ്. അവരെല്ലാ പണിയും ചെയ്യണമുണ്ട് ഇപ്പോൾ ഈ ബായിമാർ. മറ്റേ ബാർബർ ഷാപ്പിൽ മുടിവെട്ടലും, അതുപോലെ ഹോട്ടലിൽ സപ്ലൈയിങ്, കുക്കിങ് ഒക്കെ എല്ലാ പരിപാടിയിലും അവർ തന്നെയാണ് ഇപ്പോൾ. അതിൽ ചിലവിൽ സ്വന്തമായിട്ടും കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ഭാഗത്തു കൂടെയൊക്കെ സ്വന്തമായിട്ട് അവർ ഹോട്ടൽ നടത്തുന്നുണ്ട്, എല്ലാം ഉണ്ട്.
അപ്പോൾ പരമാവധി ഒഴിവ് കിട്ടുന്ന ആളുകളൊക്കെ പരമാവധി നമ്മൾ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ നമ്മൾ ഈ രാത്രി വൈബ്, ബീച്ചിൻ്റെ രാത്രി വൈബൊക്കെ പരമാവധി കഴിയുന്ന ആളൊക്കെ ഒന്ന് കണ്ട് നോക്കൊണ്ടു. ഇവിടെ വന്ന് ബീച്ചിൽ വന്നൊന്ന് അതൊന്ന് അനുഭവിച്ചറിയണം. അപ്പോഴത് നമുക്ക് അതിൻ്റെ ഫീല്, ഒരു സന്തോഷം കിട്ടും. അപ്പോൾ എല്ലാവരും ഗ്യാപ്പ് കിട്ടണമല്ലൊക്കെ, നല്ല ഒഴിവ് കിട്ടണമല്ലൊക്കെ ഒഴിവ് സമയങ്ങളിൽ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് രാത്രി സമയത്തൊക്കെ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ ഓക്കേ.